ഓവർ തിങ്കിങ് കേട്ടിട്ടില്ലേ? നമ്മൾ പല ആൾക്കാർക്കുള്ളൊരു സ്വഭാവമാണിത്. കേൾക്കുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിനെ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഓവർ തിങ്കിങ്ങിൽ പ്രധാന പങ്കുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുക? നമ്മൾ ബിസി ആയിട്ടിരിക്കുക, എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഒരു മൂവി കാണാം, പാട്ട് കേൾക്കാം, ബുക്സ് വായിക്കാം, കുട്ടികളുടെ കൂടെ കളിക്കാം, പാരൻസിനോട് വർത്താനം പറയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഓവർ തിങ്കിങ് വരുന്നുണ്ട്, എന്നാൽ കുറച്ച് ബിസി ആയേക്കാന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയ കണ്ടും റീൽസ് കണ്ടും സമയം കളയല്ലേ. നമ്മളത് വീണ്ടും സ്ട്രെസ്സിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ചിന്തിച്ച് കാട് കയറി പോകും, അല്ലേ? അപ്പോൾ നമ്മളോട് തന്നെ, അല്ലെങ്കിൽ ഒരു മിററിൻ്റെ മുമ്പിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഈ ചിന്തിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇനി ഇത് ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ? നിങ്ങൾ നോക്കിയേ, ഒരു 95% നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളും ഒരു ഉപകാരവും ഇല്ലാതെ അനാവശ്യമായ ചിന്തകൾ മാത്രമായിരിക്കും. ഇനി നമുക്കിങ്ങനെ ചിന്തകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓവർ തിങ്കിങ് വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പുറത്ത് കിടക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും.